ഹായ്, എല്ലാവർക്കും മത്സ്യ ബ്ലോഗിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നൊരു ബനാന വട ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടത് സാധാരണ വട ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അതായത് ഉള്ളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി, കറിവേപ്പില, അങ്ങനെ. അപ്പോൾ ഞാൻ നല്ല പഴുക്കാത്ത ബനാന വേണം ഇതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ അതെടുത്തിട്ട് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം, ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വട ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പഴുക്കാത്തതായിരിക്കണം കേട്ടോ. പഴുക്കാത്ത ബനാന ആണെങ്കിൽ മാത്രമേ, ഏത്തപ്പഴമില്ലേ, അതാണ് നമ്മുടെ ഇന്ത്യൻ ഏത്തപ്പഴം. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഞാനൊരു ഏത്തപ്പഴമാണ് എടുത്തത്, ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില. പിന്നെ ഇപ്പം നമ്മൾ ഇത് ഒന്ന് ടേസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇടാം. 1 സ്പൂണോ 2 സ്പൂണോ ഇട്ടാൽ മതി. വേണമെന്നില്ല, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതിടുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ റവ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഒന്ന് വട രൂപത്തിലാക്കിയിട്ട് റവയിലൊന്ന് മുക്കി നമുക്ക് എണ്ണയിലിട്ട് മുരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഈ റവയിൽ മുക്കിയത്, നിങ്ങൾക്കിപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട്, അത് നമ്മുടെ പരിപ്പ് വടയൊക്കെ ഇല്ല അതേപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഈ റവയിൽ ഒന്ന് 2 വശവും ഒന്ന് മുക്കി ഈ എണ്ണയിലോട്ട് ഇട്ട് ശരിയാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ എല്ലാം ഓരോന്നോരോ നമുക്ക് റെഡിയാക്കാം. നല്ല ടേസ്റ്റിയാണ്. വൈകുന്നേരം ഈവനിങ് സമയത്ത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാം. ഹെൽത്തിയാണ്, ബനാന അല്ലേ, ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പച്ചമുളക് വേണമെങ്കിൽ ഒഴിവാക്കാം, കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ. പിന്നെ കുഴപ്പമില്ല, പച്ചമുളകൊക്കെ ഇരിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പരിപ്പോടെയൊക്കെ കുട്ടികൾ കഴിക്കാറില്ല, അതൊക്കെ എടുത്ത് മാറ്റിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം കേട്ടോ. മൊത്തം ഒരു പാൻ ഫുള്ള് എണ്ണ വേണമെന്നില്ല, കുറച്ച് നമുക്ക് ഫ്രൈ ചെയ്യുന്ന വിധത്തിൽ. എണ്ണയും നമുക്ക് ലാഭമാണ്, എണ്ണയും കുറച്ച് ടേസ്റ്റ് വേറെയാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചായയുടെ കൂടെ ഒരു വിഭവം ആകട്ടെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ടൊക്കെ നമുക്ക് വീണ്ടും വരാം. നല്ല ടേസ്റ്റിയാണ്, നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.